بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن عوف بن مالك الأشجعي رضي الله عنه قال: كنا نرقي في الجاهلية فقلنا يا رسول الله كيف ترى في ذلك؟ فقال: اعرضوا علي رقاكم لا بأس بالرقى ما لم يكن فيه الشرك. സഹാബിവരനായ ഔഫ് ബിൻ മാലിക് പറയുകയാണ്, ഞങ്ങൾ ജാഹിലിയ്യ കാലത്ത്, അതായത് നബിസ്വല്ലല്ലാഹു വിയോഗത്തിന് മുമ്പ്, നബിസ്വല്ലല്ലാഹു നിയോഗത്തിന് മുമ്പ്, പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള കാലഘട്ടത്തെയാണ് ജാഹിലിയ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ ഈ മന്ത്രിക്കാറുണ്ടായിരുന്നു, മന്ത്രിച്ചു ഊതാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താങ്കൾ എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ശാസ്ത്രം പറഞ്ഞു, നിങ്ങളുടെ ആ മന്ത്രം എനിക്കൊന്ന് കാണിച്ചു തരിക. അതിൽ ശിർക്കൊന്നും ഇല്ലെങ്കിൽ, അതായത് അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ ശക്തികളുടെയോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതായത് തൗഹീദിന് വിരുദ്ധമായ യാതൊന്നും ഇല്ലാത്ത മന്ത്രമായിരിക്കണം എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിസ്വല്ലല്ലാഹു ഹസൻ ഹുസൈൻ പേരമക്കളാണല്ലോ, ഹസൻ ഹുസൈൻ, അവർക്ക് വേണ്ടി നബിസ്വല്ലല്ലാഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവിൽ അഭയം തേടുമായിരുന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഇന്ന അബാക്കുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈൽ വ ഇസ്ഹാഖ്. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി, അദ്ദേഹം തൻ്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാഖിനും വേണ്ടി അള്ളാഹുവിൽ അഭയം തേടിയിരുന്നു. എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അഊദു ബികലിമാത്തില്ലാഹി താമ്മ. അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ കൊണ്ട്, അതായത് ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. മിൻകുല്ലി ഷൈത്വാനിൻ, എല്ലാ പിശാചുക്കളിൽ നിന്നും, വഹാമ്മ, വിഷജന്തുക്കളിൽ നിന്നും, വിഷജീവികളിൽ നിന്നും, മിൻകുല്ലി ഐനിൻ ലാമ്മ, കണ്ണേറിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. ഇസ്ലാമിലെ മന്ത്രം എന്നാൽ അത് പ്രാർത്ഥനയാണ്. രോഗങ്ങൾക്ക് മരുന്നുണ്ട്, ആ മരുന്ന് പ്രയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനയും വേണം. കാരണം രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, വൈദാ മരിദതു ഫഹുവ യശ്ഫിയൻ, ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ശബ്ദമയമാണ്. ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ ശബ്ദവും, പക്ഷികളുടെ കളകളഗാനങ്ങളും ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ക്ഷീരപഥങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ, ഈ ഗോളങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ശബ്ദങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ സംഗീതമാണെന്ന് ശാസ്ത്രം പറയുമ്പോൾ ഖുർആൻ പറയുന്നത് അവയൊക്കെ അള്ളാഹുവിന് തസ്ബീഹ്, പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ 44-ാമത്തെ ആയത്തിൽ ആ കാര്യം പ്രകാരം പറയുന്നുണ്ട്: തുസബ്ബിഹു ലഹു സ്സമാവാത്തു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന. ഏഴാകാശങ്ങളും ഭൂലോകവും അവയിലുള്ള സർവ്വചരാചരങ്ങളും അവന് തസ്ബീഹ് അഥവാ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അവന് സങ്കീർത്തനം ചെയ്യാത്ത യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവയുടെ ആ തസ്ബീഹ്, ആ പ്രകീർത്തനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ജാബിർ ബിൻ അബ്ദുള്ള അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം മരണാസന്നനായപ്പോൾ തൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സുബ്ഹാനല്ലാഹി ബിഹംദി എന്ന തസ്ബീഹ് ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും കീർത്തനമാണത്. അതുവഴിയാണ് എല്ലാറ്റിനും റിസ്ക് ലഭിക്കുന്നതും. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം
സൗണ്ട് ഫീലിംഗ്, സൗണ്ട് തെറാപ്പി പല രോഗങ്ങൾക്കും ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശബ്ദവീചികൾ മനുഷ്യൻ്റെ ഞരമ്പുകൾ വഴി വളരെ ലോലമായ കർണപുടത്തിൽ കൂടി പ്രവേശിക്കുമ്പോൾ തലച്ചോറിൽ പ്രത്യേക തരത്തിലുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം മ്യൂസിക് തെറാപ്പിയെ പല അസുഖങ്ങൾക്കും ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് യുദ്ധത്തിൽ മുറിവേറ്റ് പിടയുന്ന യോദ്ധാക്കൾക്ക് വേദന മറക്കുന്നതിന് സംഗീതം ഉപയോഗിച്ചിരുന്നു. ആയുർവേദ ചികിത്സാ വിധിയിൽ അഷ്ടാംഗഹൃദയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പലതരം രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ സംഗീത ചികിത്സയും നൽകിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗർഭിണികൾ സംഗീതം കേൾക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുമെന്നും ഗർഭിണിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുമെന്നും പറയപ്പെടുന്നു. ഹാർട്ടിൻ്റെ മിടിപ്പ് പോലും മനുഷ്യരിൽ നിന്നുള്ള സംഗീതമാണെന്ന് ശാസ്ത്രം പറയുമ്പോൾ ഖുർആൻ അത് അള്ളാഹുവിനുള്ള തസ്ബീഹായിട്ടാണ് കണക്കാക്കുന്നത്. മ്യൂസിക് തെറാപ്പിയിൽ രോഗിക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ രോഗി ഉന്മേഷവാനാകുകയും നിരാശയില്ലാത്തവനായി തീരുകയും ചെയ്യുന്നു. ഖുർആൻ കേട്ട് പരിചയമുള്ള ഒരു മുസ്ലിമിന് രോഗിയായി കിടക്കുമ്പോൾ ഖുർആൻ കേൾപ്പിക്കുക, അതുപോലെ ഐസിയുവിൽ കിടക്കുന്ന രോഗിയാണെങ്കിൽ ഖുർആൻ കേൾപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ആ രോഗിക്ക് ഏറ്റവും നല്ലത്. നമുക്കറിയാവുന്നതുപോലെ പ്രസിദ്ധ കാര്യങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഷേഖ് അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ്, അഷേഖ് മിൻഷാബ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ ഖുർആൻ പാരായണത്തിന് എത്ര നല്ല സംഗീതാത്മകതയാണുള്ളത്. ആരും അതിൽ ലയിച്ചിരുന്നു പോകും. മാനസിക പിരിമുറുക്കം, ഭയം, ടെൻഷൻ, ചിത്തഭ്രമം, ഏകാഗ്രതയില്ലായ്മ എന്നിവയ്ക്ക് മ്യൂസിക് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് ഖുർആൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് മുസ്ലിം ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ഈ രംഗത്ത് ഗവേഷണം നടത്തിയ മുസ്ലിം ശാസ്ത്രജ്ഞർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ മില്യൺ കണക്കിൽ കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിൻ്റെ ഓരോ കോശവും ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നു. അഥവാ ഒരാളുടെ തലയ്ക്കുള്ളിൽ 3 മില്യൺ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശബ്ദങ്ങൾ ചെവിയിലൂടെ തലച്ചോറിലെത്തുകയും തലച്ചോറ് ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്ക് അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ആ കോശങ്ങളിൽ അത് പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു, കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഖുർആനിലെ സൂറത്ത് യൂനുസ് 57-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ജനങ്ങളെ, നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മൗഇദത്ത്, മഹത്തായ ഉപദേശം വന്നെത്തിയിരിക്കുന്നു. അത് ഹൃദയങ്ങൾക്ക് ശിഫയാണ്, ഔഷധമാണ്. സത്യവിശ്വാസികൾക്കാകട്ടെ ഹുദം വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, അത് സന്മാർഗദർശകവും അനുഗ്രഹവുമാണ്. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും, ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവർക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ തന്നെ മനഃശാന്തി നൽകുന്നതാണ് ഖുർആൻ. ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവർക്കാകട്ടെ ജീവിതത്തിന് വഴികാട്ടിയും അനുഗ്രഹവുമാണ്. അഥവാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഈ ഖുർആൻ. ഖുർആൻ്റെ സ്വരമാധുര്യത്തിലും ആശയ ദർശനങ്ങളിലും ആകൃഷ്ടരായിട്ട് എത്ര ആളുകളാണ് അതിൻ്റെ അനുയായികളായിട്ട് മാറിയിട്ടുള്ളത്. മുസല്ലമയുടെ ബദ്ധശത്രുക്കൾ പോലും അതിൻ്റെ മാസ്മരികതയിൽ ലയിച്ചു പോവുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. നബിയെ വധിക്കാൻ ഒരുമ്പെട്ട് വാളുമെടുത്തു പോകുമ്പോഴാണല്ലോ വഴിക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ച വാർത്ത അദ്ദേഹം അറിയുന്നത്. ആദ്യം അവരെ നേരാക്കിയിട്ട് ബാക്കി കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിയുടെ വീട്ടിലേക്ക് വാളൂരി പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. ഉമറിൻ്റെ മനസ്സിലത് തട്ടി. ആ സംഭവമാണല്ലോ ഉമറിനെ മുസ്ലിമാക്കിയത്. അതുപോലെ എത്രയോ ഖുറൈശികൾ രാത്രിയിൽ പാത്തും പതുങ്ങിയും ഖുർആൻ കേൾക്കാൻ പോയിരുന്ന ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതാണ് ഖുർആൻ്റെ ശക്തി. മനസ്സുകളെ കീഴ്പ്പെടുത്താനുള്ള അപാരമായ ശക്തിയുണ്ട് ഖുർആന്.
ശബ്ദവീചികൾ എല്ലാ ജീവജാലങ്ങളിലും വസ്തുക്കളിലും പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സസ്യലതാദികളിലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസുകളിൽ പോലും ശബ്ദങ്ങൾ പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. ഫീഹി ഷിഫാഉൻ ലിന്നാസ് എന്ന് ഖുർആനിൽ പറയുമ്പോൾ ഖുർആൻ്റെ ശബ്ദം രോഗം ഉണ്ടാക്കുന്ന വൈറസുകളിലും ബാക്ടീരിയകളിലുമൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പറയപ്പെടുന്നു. അത്തരം വൈറസുകളുടെ ആക്രമണത്തെ തടുത്തു നിർത്തുവാൻ ഖുർആനിന് കഴിയുമെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മുസ്ലിം വീടുകളിൽ ഖുർആൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നതൊക്കെ ഇപ്പോൾ മൊബൈലിലോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയൊക്കെ തന്നെ ഈ വൈറസുകളാകുന്ന പിശാചുക്കളെ നിർവീര്യമാക്കാൻ സഹായിക്കുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ നേരത്ത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, ആയത്തുൽ കുർസി, ആമന റസൂലു തുടങ്ങിയ ആയത്തുകളൊക്കെ പ്രത്യേകിച്ചും പാരായണം ചെയ്യണമെന്ന് ശാസ്ത്രം പഠിപ്പിച്ചതിൻ്റെ പിന്നിലും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ശാസ്ത്രം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ പറയുന്നു, മൻ നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ലം യദുർഹു ശൈഉൻ ഹത്താ യർഹല മിൻ മൻസിലിഹി ദാലിക്. ആരെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പറയുകയാണ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ ശർരി മാ ഖലഖ് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നത് വരെ ഒരു ഉപദ്രവം അവനെ ബാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ ഇവിടെ പറഞ്ഞല്ലോ, കലിമാത്തില്ലാഹി എന്ന്, അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അത് ഖുർആനാണെന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് ഖുർആൻ ഒരു വീട്ടിൽ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുകയാണെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച പല സൃഷ്ടികളുടെയൊക്കെ ഷർറ്, നേരത്തെ പറഞ്ഞ പോലെ വൈശാചികമായിട്ടും അല്ലെങ്കിൽ വൈറസുകൾ, രോഗാണുക്കൾ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ അയാൾക്ക് ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല എന്നാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊരു മരുന്ന് കഴിക്കുമ്പോഴും ആ മരുന്ന് തൻ്റെ രോഗം മാറ്റും എന്ന ഉറച്ച വിശ്വാസവും ഉണ്ടാകണം, എങ്കിലേ അത് ഫലപ്പെടുകയുള്ളൂ. അതുപോലെ ഖുർആനായത്തുകൾ ഓതുമ്പോഴും ആ വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്. സൂറത്തുൽ ഇസ്രാ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ നുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആനിലൂടെ നാം അവതരിപ്പിക്കുന്നത് വിശ്വാസികൾക്ക് രോഗശമനവും അനുഗ്രഹവുമായിട്ടാണ്. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദം വ ശിഫ, വേറെ ആയത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ, പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ ഖുർആൻ വിശ്വാസികൾക്ക് സന്മാർഗവും രോഗശമനവുമാണ്. ഇപ്പോൾ ഇവിടെ രോഗശമനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. മനുഷ്യൻ്റെ മാനസികവും ശാരീരികവും സാമൂഹികവും സാമ്പത്തികവും ആയ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഖുർആനിലുണ്ട് എന്നാണ് ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൂടുതൽ മനസ്സിലാക്കുവാനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.